ഇപ്പൊ ഡോഹിക്കും ബോധം പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇതിനെല്ലാം പുറയുള്ളത് ഡൊക്യുവിന്റെ അച്ഛനാന്ന് അറിഞ്ഞ ഉടനെ ജിയോങ് പെട്ടെന്ന് അവിടേക്കൊന്ന് അയാളെ അടിച്ചിടും. നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഡോഹിയെ കൊല്ലാൻ നോക്കും എന്നിന് അവനും കഴുത്തും പിടിച്ചിങ്ങനെ പൊക്കി നിർത്തുമ്പോഴാണ് അവിടേക്ക് ഡൊക്യുവിന്റെ അച്ഛന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ജിയോങ് പവർ യൂസ് ചെയ്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നിട്ട് ഇവനിങ്ങനെ കഴുത്തും പിടിച്ചിരിക്കുമ്പോഴാണ് ഡൊക്യുവിന്റെ അച്ഛന് ചിരിച്ചോണ്ട് പറയും, നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കത്തില്ല, കാരണം ഡീമൺസിന് മനുഷ്യരെ കൊന്നാ പിന്നെ അവർക്കും മരണോ എന്നിന് ഇയാളും പറയുമ്പോഴാണ് അവനും ഇത് കേട്ടിട്ട്, ഓ പിന്നെ എന്നെ കുറിച്ച് എല്ലാം അറിയാല്ലേ, എങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ അറിയോ, ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല, നീ തന്നെ ചാവണമെന്ന് എന്നോട് തെണ്ടും, അത്രയ്ക്ക് ഞാൻ നിന്നെ വെച്ച് ടോർച്ചർ ചെയ്യാൻ പോവാ എന്നിനെ ജിയോങ് പേടിപ്പിക്കുമ്പോഴാണ് അയാൾ മൊത്തത്തിൽ പേടിച്ചോവും. അപ്പോഴാണ് ഡോഹിയും, ജിയോങ് മതി അവനെ വെറുതെ ഇട്ടേക്ക്, നമുക്ക് ഇവനെ പോലീസിനെ ഏൽപ്പിക്കാം. പോലീസിനെ ഏൽപ്പിക്കാൻ പോകണം ഡോഹി, പക്ഷെ അതിന് എവിഡൻസ് ഇല്ലല്ലോ, നിന്നെ കൊണ്ട് എവിഡൻസ് ഇല്ലാതെ എന്റെ ഒരു മുടി പോലും തൊടാൻ പറ്റത്തില്ല എന്നിന് അവനും പറഞ്ഞിട്ട് ചിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ജിയോങ്ങും, ആണോ, എല്ലാം പറയുന്ന മുമ്പ് ഒന്ന് ആലോചിക്കണം കേട്ടോ, നിനക്കെതിരായിട്ടുള്ള ഫുൾ എവിഡൻസ് എനിക്ക് എപ്പോഴേ കിട്ടിക്കഴിഞ്ഞ്, അതൊക്കെ ചെല്ലേന്റെ അടുത്ത് ചെന്ന് കാണും എന്നിനെ ജിയോങ്ങും പറയുമ്പോഴാണ് ഇയാളുടെ ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യമെല്ലാം തുറന്നറിയും. മാഡം ജോയെ കൊന്നത് പിന്നെ ഡോഹിയെ കൊല്ലാൻ നോക്കിയതെല്ലാം തന്റെ ഭർത്താവാന്ന്. അപ്പനാണ് ഇത് കേട്ടിട്ട് അയാളും, അല്ലേലും ഫാമിലി മൊത്തത്തിൽ പ്രശ്നം തന്നെ ആണോ, പക്ഷെ ഫാമിലി അല്ലേ ഇവിടെ പ്രശ്നം, നിന്നെ പോലെ ആൾക്കാർ ഫാമിലി ഉള്ളതാ പ്രശ്നം എന്നിനെ ജിയോങ്ങും പറയുമ്പോഴാണ് അയാളും പേടിച്ചിട്ട്, എങ്കിൽ പിന്നെ എന്റെ അടുത്ത് ഡീലായി, ഞാൻ മരിച്ചിട്ട് നരകത്തിൽ പോയിക്കോളാം, ഞാൻ ചെയ്ത കാര്യമൊന്നും നീ പുറത്തോട്ട് പറയല്ല, ഞാൻ ഇതൊരു ഡോഹിയുടെ അടുത്ത് വരത്തോലില്ല, പ്ലീസ് എന്നെ വെറുതെ ഇട്ടേക്ക് ഏതിന് ഇവനും കെഞ്ചുമ്പോഴാണ് അവനതൊന്നും വിശ്വസിക്കാതെ, നീ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിച്ചേനെ, പക്ഷെ നീ എന്നെക്കാളും വലിയ ഇടവില്ല ഏതിനെ ജിയോങ്ങും പറയുമ്പോ തന്നെ ഡോഹിയും ഇനി രക്ഷപ്പെടാൻ ഇവന് വേറെ വഴിയില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട്, ആരും പറഞ്ഞ എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന്, എനിക്കിനി പോവാൻ നരകമുണ്ട് ഏതിനെ സ്വയം മരിച്ചോവും. അതിനുശേഷം അടുത്ത ദിവസം ന്യൂസ് മൊത്തത്തിൽ സ്പ്രെഡ് ആവും. പക്ഷെ അതേസമയം ഡൊക്യുവിന്റെ അച്ഛന്റെ ബോഡി മാത്രം ആർക്കും കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ആ ബോഡി അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി പോലീസൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ന്യൂസൊക്കെ ഡോഹിയും കണ്ടിട്ട് സത്യത്തിൽ അവൻ മരിച്ചോൻ ജയിക്കും. അപ്പോഴാണ് അവനും, ഡോഹി അവൻ ജീവനോടുണ്ടെങ്കിൽ എനിക്ക് അവന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചേനെ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ മരിച്ചു, നിന്റെ കഴുത്തിനൊന്നും കുഴപ്പമില്ലല്ലോ, സോറി ഞാൻ കുറച്ച് നേരത്തെ വരണമായിരുന്നു എന്നിന് ഇവനും പറയുമ്പോഴാണ് അവൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നത്. അതിനുശേഷം ജിയോങ് അവന്റെ പവർ യൂസ് ചെയ്ത് അവളെ ഗുണപ്പെടുത്തുമ്പോഴാണ് അവിടേക്ക് സിയോക്കും വരുന്നത്. അതിനുശേഷം ഇവർ മൂന്നുപേരും കൂടെ സംസാരിക്കും. അപ്പോഴാണ് സിയോക്കിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ, സത്യത്തിൽ അപ്പോ ഡൊക്കിങ് ചെയ്തൊന്നല്ലേ ഇത്, അങ്ങേരായിരുന്നു ഇതിന്റെ പുറയെല്ലാം, എനിക്കിത് വിശ്വസിക്കാൻ തന്നെ വയ്യ, എന്തായാലും ജിയോങ് നീ എങ്ങനെ ഡൊക്കിങ്ങിന്റെ അമ്മയെ സമാനപ്പെടുത്തിയ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, ഓ അതൊക്കെ സിമ്പിളാ, ഞാൻ ജസ്റ്റ് അവരൊന്ന് റിയാലിറ്റിയെ കാണിച്ചു കൊടുത്ത്, അതോടെ അവരെല്ലാം തെറ്റ് മനസ്സിലാക്കി പോലീസിനോട് ചെന്ന് ഉത്തരം പറഞ്ഞു എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോഹിയും പറയുന്നത്, അങ്ങേര് മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എന്റെ പാരന്റ്സിനെ കൊന്നത് മാഡം ജോയാന്ന് എന്നിന് ഇവള് പറയുമ്പോഴാണ് സിയോക്കും, ഓ ഡോഹി അയാൾ പറഞ്ഞേക്ക് നീ വിശ്വസിക്കുന്നു, മാഡം ജോ എങ്ങനെ നിന്റെ പാരന്റ്സിനെ കൊല്ലുന്ന, മിക്കവാറും നീ ഇതൊക്കെ ഓർത്ത് വീണ്ടും വിഷമിക്കാനായിരിക്കും ആ മരിക്കുന്ന മുമ്പ് പറഞ്ഞിട്ടോ എന്നിനെ സിയോക്ക് സമാനപ്പെടുത്തുമ്പോഴാണ് അവൾ ഇതൊക്കെ കേട്ട് എന്തോ പറയുന്നറിയാതെ അവൾ കൺഫ്യൂസ് ആയിരിക്കും. കാരണം അവൾക്ക് നല്ലോണം അഫക്റ്റ് ആയി, സത്യത്തിൽ മാഡം ജോയ് ആണ് ഇവളുടെ പാരന്റ്സിനെ കൊന്നേന്ന് പറഞ്ഞ്. അതിനുശേഷം ജിയോങ്ങും ഈ കാര്യമായിട്ട് സിയോക്കിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. സത്യത്തിൽ മാഡം ജോ ഡോഹിയുടെ പാരന്റ്സിനെ കൊല്ലാൻ സാധ്യതയുണ്ടോ ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, കാരണം മാഡം ജോയ അവൾക്ക് നല്ല രീതിയിൽ സ്നേഹം കൊടുത്ത് ഇത്രയ്ക്ക് വളർത്തിയെടുത്താണെന്ന്, അവരിങ്ങനെയൊക്കെ ചെയ്യുക, ഒരുപക്ഷെ അങ്ങേര് പറഞ്ഞ പോലെ ഇത് സത്യമാണെങ്കിൽ പിന്നെ ഡോഹി മൊത്തത്തിൽ തകർന്നു, കാരണം അവൾ ഇതുവരെ വിശ്വസിച്ചതെല്ലാം മൊത്തത്തിൽ കള്ളമായി പോകും, അതുകൊണ്ട് അങ്ങനെ ആയിരിക്കില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിനെ സിയോക്കും പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം ജിയോങ് അവളുടെ അടുത്തേക്ക് ഒന്ന് കിടക്കുമ്പോഴാണ് അവൾ ഇവൻ വന്ന് കണ്ടിട്ട് ജിയോങ് ഏതിന് അവനെ വിളിക്കും. അപ്പോഴാണ് അവനും, ഡോഹി ഞാൻ ഇവിടെ ഉണ്ട്, എന്തേലും പറയാനുണ്ടോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, അല്ല നീ ഇവിടെ ഉണ്ടോ ഞാൻ ചെക്ക് ചെയ്ത് ഏതിന് അവൾ പറയുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ അവന്റെ പേര് എത്ര പ്രാവശ്യം വേണമെന്ന് വിളിച്ചോളം പറയും. അങ്ങനെ അവൻ ഇതിന് ഒത്തരായിട്ട് ഇവിടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസമായി ഇതുവരെ ഡൊക്യുവിന്റെ അച്ഛന്റെ ബോഡി ആരും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഇതിന്റെ കാര്യമായിട്ട് കമ്പനി കുറെ ഫോൺ കോൾ വരുമ്പോഴാണ് അവിടെ ജോലി നിന്നെല്ലാം അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സെക്രട്ടറി അവിടേക്ക് വന്നിട്ട്, എന്തോ ആടേ പോയി നിങ്ങളുടെ പണി നോക്ക്, ആവശ്യമില്ലാതെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതെ എന്നിന് അവര് വയറൂരിയാൻ കളയും. അതിനുശേഷം കമ്പനിയുടെ പുറത്ത് റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉള്ളതുണ്ട് ജിയോങ് അവന്റെ പവർ യൂസ് ചെയ്ത് ഡോഹിയെ കമ്പനിയെ കൊണ്ടാക്കും. അതിനുശേഷം അവൻ അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടേക്ക് ഡൊക്യുവിന്റെ അമ്മയും വന്നിട്ട് അവന്റെ കാണാതായ ആ ഡീമന്റെ ബുക്ക് എടുത്താൻ കൊടുക്കും. അപ്പോഴാണ് ഇത് വാങ്ങിച്ചിട്ട് അവനും, നിങ്ങളുടെ ഭർത്താവ് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഡോഹിയുടെ പാരന്റ്സിനെ കൊന്നത് മാഡം ജോയ് ആണെന്ന്, അത് സത്യമാണോ ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവരും കുറച്ച് ആലോചിച്ചിട്ട്, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അതുള്ളതായിരിക്കും, കാരണം അദ്ദേഹം എപ്പോഴും വിചാരിക്കും ഇവരെക്കാര് മോശമായ വ്യക്തിയാ മാഡം ജോയ് എന്ന് ഏതിന് അവരും പറഞ്ഞിട്ട് പോയതോടെ ജിയോങ് റൂമിലേക്ക് ചെന്ന് അവതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് പാർക്കും വരുന്നത്. ബോസ് അപ്പോൾ ഡൊക്യുങ് അല്ലായിരുന്നു ഈ കില്ലറിന്റെ പുറകെ ഉള്ളത്, അവന്റെ അച്ഛനായിരുന്നു ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ജിയോങ് ആണെന്ന് മൈൻഡ് ചെയ്യാതെ, പാർക്ക് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരുത്തൻ നിന്നെ നരകത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് അതേ നരകത്തിൽ നിന്ന് നിന്നെ തിരിച്ചുകൊണ്ടുവരെ ഹെൽപ്പ് ചെയ്ത ആ വ്യക്തിയെ നീ എങ്ങനെയാ കാണുന്നത് ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് പാർക്കും, ഓ ഞാൻ ആ വ്യക്തി ചെയ്ത കാര്യം അങ്ങ് മറന്നു, കാരണം അവൻ എന്നെ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്തില്ല, അതുകൊണ്ട് രണ്ട് ഈക്വലായി ഏതിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ്ങും, ഒരുപക്ഷെ അവര് മരിച്ചോ എങ്കിലോ ഏതിന് ഇവനും ഡോഹിയുടെ പാരന്റ്സിനെ
പാരന്റ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഡോഹിയും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ ഡോക്യുമെന്റ് അച്ഛനെ കുറിച്ചുള്ള ന്യൂസ് ആണ് നടക്കുന്നത്. അതോടെ അവൾ അവസാനമായിട്ട് അയാൾ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരും. മാഡം ജോയ ഇവളുടെ പാരന്റ്സിനെ കൊന്നേന്ന് പറഞ്ഞ്. അതുകൊണ്ട് അവൾ അത് സത്യം എന്നറിയാൻ വേണ്ടി അന്ന് നടന്ന കാർ ആക്സിഡന്റിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോഴാണ് ഇവളുടെ പാരന്റ്സിന്റെ ഫ്യൂണറലിൽ മാഡം ജോ ഒരു സ്റ്റിക്കുമായിട്ട് അവിടെ നിന്നിരിക്കുന്ന കാണുന്നത്. ഇത് കണ്ടതോടെ അവൾക്ക് വീണ്ടും ഡൗട്ട് ആവും, ഇവര് കാറും കൊണ്ടല്ലേ ഇടിച്ചതുകൊണ്ടായിരിക്കും മാഡം ജോയുടെ കാലിന് അന്ന് പരിക്കൊറ്റിയെന്ന്. അങ്ങനെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവളും ഇതിനുമുമ്പേ മാഡം ജോയ്ക്ക് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ഇവളുടെ സെക്രട്ടറി ഷിന്നോട് ചെന്ന് സംസാരിക്കും. മിസ് ഷിൻ, നിങ്ങൾ എനിക്ക് മുമ്പേ മാഡം ജോയുടെ സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾക്ക് പണ്ട് നടന്ന കാർ ആക്സിഡന്റിനെ കുറിച്ച് അറിയാം. എന്നോട്ടാ അവര് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയ. ഞാൻ അവരെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവരുടെ കാലിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴെങ്ങനെ സംഭവിച്ച ഏതിന് ഇവളോയ്ക്കുമ്പോഴാണ് സെക്രട്ടറിയും അത് നിന്റെ പാരന്റ്സ് മരിച്ചില്ലേ ആ ദിവസം അവരുടെ കാലിലെന്തോ പരിക്കൊറ്റിയ അന്നോട്ട് അവർ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. നിന്നെ സെക്രട്ടറി പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ മിഷൻ അവർക്ക് ആ കാല് എങ്ങനെ പോയെന്നെല്ലാം പറഞ്ഞായിരുന്നു. ഏതിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവർക്കതൊന്നും അറിയത്തില്ലെന്ന് പറയും. അതോടെ ഡോഹിയുടെ സംശയം ഇങ്ങനെ കൂടി പോകും. അതേസമയം ഇവിടെ ജിയോങ് എന്തോ ആലോചിച്ച് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. എന്നിട്ട് ഇപ്പൊ ഡോഹിയും ജിയോങ്ങിനെ വിളിച്ചോണ്ട് മാഡം ജോയുടെ വീട്ടിലേക്ക് പോകും. ജിയോങ്, ഞാൻ എന്തോ ചെയ്യണ്ട? മാഡം ജോ എന്നോട് മിക്ക സമയം പറയാറുണ്ട് എന്റെ പാരന്റ്സ് മരിച്ച കാര്യമൊക്കെ മറന്നുപോകാൻ. ഇതൊക്കെ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ പേടിയാവുന്നു. അവൻ പറഞ്ഞ പോലെ മാഡം ജോയിനെ ചതിച്ചോ? അങ്ങനെയാണ് ഞാൻ ഇത്രയും വർഷം ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുക. ഏതിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും ഡോഹി നീ എല്ലാം മറന്നേക്ക്. മാഡം ജോ മരിക്കുന്ന മുമ്പ് അവസാനമായിട്ട് നിനക്കാ മെസ്സേജ് അയച്ച അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു വ്യക്തി മരിക്കാൻ പോകുന്ന സമയത്ത് ഐ ലവ് യു ഡിയർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുവാണ് അവർ നിന്നെ സത്യത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അവർ നിനക്കന്ന് മെസ്സേജ് അയച്ചായിരുന്നു മരണത്തിന് മുമ്പ് ആരായാലും സത്യം പറയത്തുള്ളൂ. ഇതെന്റെ 200 വർഷത്തെ എക്സ്പീരിയൻസ്. എന്നിട്ട് ഇവൻ അവളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് അവളും കുറച്ചെങ്കിലും ആശ്വാസപ്പെടുന്നത്. അപ്പനാണ് അവനും തമാശക്ക് എന്തായാലും മാഡം ജോ മാത്രം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒറ്റ ഒരു വാക്ക് മതി ഈ പ്രോബ്ലം മൊത്തത്തിൽ സോൾവ് ആവാൻ. ഏതിന് അവനും പറയുമ്പോ തന്നെ അവൾക്കൊരു ഐഡിയ കിട്ടും. എനിക്കിപ്പോഴാണ് മനസ്സിലായ മാഡം ജോ എല്ലാ സത്യവും ചർച്ച ചെന്ന് പറയാറുണ്ട്. ഒരേശ് അദ്ദേഹത്തിന് മീറ്റ് ചെയ്താൽ നമുക്ക് സത്യമെല്ലാം അറിയാം. ഏതിന് അവനെ വിളിച്ചോണ്ട് അപ്പൊ തന്നെ ചർച്ചിലേക്ക് പോകും. മാഡം ജോ ഇവിടുത്തെ ഫാദറായിട്ട് കുറെ ക്ലോസാ. ഒരേശ് അദ്ദേഹത്തിന് എല്ലാ സത്യം അറിയായിരിക്കും. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓ ചെയ്ത പാപങ്ങളൊക്കെ തുറന്നറിയത്തില്ല അങ്ങനെയാണോ? ഏതിന് ഇവനും നോക്കുമ്പോ തന്നെ അവിടേക്ക് ഫാദറും വരും. അപ്പോഴാണ് ഫാദറും ജിയോങ്ങിനെ കണ്ടിട്ട് നീ ഇവിടെങ്കും ബന്ധപ്പെട്ട ആളല്ലല്ലോ എന്നിന് ഇൻഡയറക്റ്റ് ആയിട്ട് അവനൊരു ഡീമണാന്ന് അറിയും. അതിനുശേഷം ഡോഹിയും മാഡം ജോയുടെ കാര്യമായിട്ട് ഫാദറിനോട് സംസാരിക്കണമെന്ന് പറയുമ്പോഴാണ് അദ്ദേഹം എങ്കിൽ പിന്നെ കുറച്ച് പ്രൈവസി തരുമെന്ന് പറഞ്ഞ് ജിയോങ്ങിന് പുറത്തേക്ക് നിൽക്കാൻ പറയും. അപ്പോഴാണ് അവൻ അവളോട് എങ്കിൽ പിന്നെ ഡോഹി എന്തായാലും പ്രശ്നം ഉണ്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ തന്നെ വരാം. ഏതിന് അവനും പുറത്തേക്ക് ചെന്ന് നിൽക്കും. അതിനുശേഷം ഫാദറും ഡോഹി വിളിച്ചുകൊണ്ട് എല്ലാ സത്യം തുറന്നു പറയും. അവസാനം ഈ സത്യം പറയേണ്ട സമയത്തിന് ഞാൻ വിചാരിക്കുന്നു മിസ് ജോ അവസാനം വരെ ഒരു കുറ്റബോധത്തോടെ ജീവിച്ച് അവരൊരു ദിവസം ഒരു ഡീമനെ കണ്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞു. ഏതിനെ ഫാദറും ഫ്ലാഷ് ബാക്കെല്ലാം എടുത്തു പറയും. അങ്ങനെ മാഡം ജോ പുതിയ തുടങ്ങാൻ വന്ന ബ്രാഞ്ചിന് ഡോഹിയുടെ പാരന്റ്സ് എതിരാണ്. മിസ് ജോ നിങ്ങൾ തുടങ്ങി വെക്കാൻ വന്ന കമ്പനി കാരണം കുറെ പേർ ലൈഫിന് ഡേഞ്ചറാ. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ ജീവൻ പണയം വെക്കാൻ പോവാണോ? ഏതിനെ ഡോഹിയുടെ അച്ഛനും ദേഷ്യപ്പെടുമ്പോഴാണ് ഇത് കേട്ട അവരും നിനക്കിപ്പോ എന്തായാലും പ്രശ്നം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പേരുടെ ജീവൻ പോയെന്ന് വരും, അതിലൊന്നും കുഴപ്പമില്ല. ഏതിന് ഇവര് പറയുമ്പോഴാണ് അവരും നിങ്ങൾക്ക് പ്രശ്നം കാണത്തില്ല കാരണം നിങ്ങളുടെ ലൈഫല്ല റിസ്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലൈഫാ. നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി അവരെയൊക്കെ പണയം വെക്കുന്നു. ഏതിനെ ഡോഹിയുടെ അച്ഛനും ദേഷ്യപ്പെടുമ്പോഴാണ് അവർക്കും കട്ടക്കലിപ്പായി ഇതൊക്കെ നീ എന്തിനാ എന്നോടും ചോദിക്കുന്നത്? നീ കമ്പനിയിൽ നിന്ന് പുറത്തായതല്ല, എന്നെ എതിർക്കാൻ നിനക്കെന്തോ റൈറ്റ്സ്? ഏതിന് അവരുടെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഡോക്യുമെന്റ് അച്ഛൻ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അച്ഛൻ അവസാനം ഇതെല്ലാം കേട്ടിട്ട് എങ്കിൽ പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ സത്യം പബ്ലിക്കിനോട് തുറന്നു പറയും, ഞാൻ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഏതിന് അവരുടെ കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് മാഡം ജോയും ദേഷ്യത്തിൽ അവരെ ഫോളോ ചെയ്തു പോകും. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ നീ ഒറ്റ സെക്കൻഡോട് ഇല്ലാതാക്കാൻ പോകണോ? അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഏതിന് അവരും ദേഷ്യത്തിൽ ഡോഹിയുടെ പാരന്റ്സിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഇത് കണ്ട അച്ഛനും ഹണി ഇവർക്കെതിരായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നീ റിപ്പോർട്ടേഴ്സിന് സെൻഡ് ചെയ്തേക്ക്, ആരും മരിക്കാൻ പോകുന്നില്ല. ഏതിനെ ഡോഹിയുടെ അച്ഛന് സ്പീഡ് കാർ ഓട്ടിക്കുമ്പോഴാണ് അമ്മയെ സമയം കണ്ടിട്ട് ഹണി നമുക്കിപ്പോ സമയമില്ല, ഡോഹിയുടെ ബർത്ത്ഡേക്ക് 3 മിനിറ്റും കൂടെ ഉള്ളു, അവള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഏതിന് അവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് ടയർ പൊട്ടിപ്പോയി ഇവർ ഓവർ സ്പീഡ് പോയതുകൊണ്ട് കാർ തെറിച്ച് ദൂരേക്ക് ചെന്ന് വീഴും. അപ്പനാണ് ഇത് കണ്ട് മാഡം ജോയും കാർ സൈഡിലേക്ക് ചെന്ന് ഇടിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു ആക്സിഡന്റോടെ തന്നെ ഡോഹിയുടെ അമ്മ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകും. ഇത് കണ്ട് അച്ഛനും പേടിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് ജിയോങ് വരും. അപ്പനാണ് ഇവനെ കണ്ട് ഡോഹിയുടെ അച്ഛനും പ്ലീസ് എന്റെ ഭാര്യ മാത്രം രക്ഷിക്ക്, എനിക്ക് ഡോഹി ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല, അവൾ വീട്ടിൽ തനിച്ച. എന്നിനെ ഇദ്ദേഹം ചോദിക്കുമ്പോഴാണ് അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അയ്യോ 10 വർഷം മുമ്പ് എന്നോട് ഒരു കോൺട്രാക്ട് ചെയ്തതല്ലേ, പിന്നെ ആഗ്രഹം ഒന്നും സഹായിച്ചു തരാൻ പറ്റത്തില്ല, നീ ഇപ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കാൻ പോവാ. എന്നിന് ജിയോങ്ങും പറയുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഡോഹി ഇവർക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അച്ഛനെ വിഷമിച്ച് എന്റെ മോള് വീട്ടിൽ ഒറ്റയ്ക്ക. ഏതിന് അച്ഛന് ഫോൺ എടുക്കാൻ പോകുമ്പോ തന്നെ മരിച്ചു പോകും. അതിനുശേഷം ജിയോങ്ങും കോൺട്രാക്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് മാഡം ജോ ഇതെല്ലാം കാണുന്നത്. ഇത് കണ്ട് ഇവൻ അടുത്തേക്ക് വരുമ്പോഴാണ് അവര് മൊത്തത്തിൽ പേടിച്ചിട്ട് നീ ആരാ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്ത? ഏതിന് അവര് പേടിക്കുമ്പോഴാണ് അവനും നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് എന്തോ നിരാശയിലാന്ന് തോന്നുന്നില്ല, എന്തേലും ആഗ്രഹം ഉണ്ടോ, ഞാൻ വേണേ സഹായിച്ചു തരാം, അതിന് പകരമായിട്ട് 10 വർഷം കഴിഞ്ഞ് നരകത്തിലേക്ക് നിങ്ങൾ പോകും. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവര് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട്
ചോദിച്ചിട്ട് നീ ആരാ, ഡെവിലാണോ? ഏതിന് അവന് പേടിച്ചു വരയ്ക്കുമ്പോഴാണ് അവൻ ഇവരെ നോക്കി സ്മൈൽ ചെയ്യുന്നത്. അതോടെ അവിടെ നിന്ന് കാറ് പൊട്ടിത്തെറിച്ച് മാഡം ജോ അങ്ങ് ദൂരേക്ക് ചെന്ന് വീഴും. അങ്ങനെ അതോടെയാണ് ഇവരുടെ കാലുപോയി അന്നോട്ട് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഡോഹി, നിന്റെ പാരന്റ്സ് മരിക്കാൻ അവരാ കാരണമെന്ന് അവർ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അവരങ്ങനെ ഫോളോ ചെയ്ത് പോയില്ലെങ്കിൽ അവർക്ക് അന്ന് ആക്സിഡന്റ് നടക്കത്തില്ലായിരുന്നു. പക്ഷെ നിന്റെ അച്ഛന്റെ ജീവൻ പോകാൻ കാരണം ആ ഡീമാണ്. നിന്റെ ഫാദറും എല്ലാ സത്യം അവളോട് എടുത്തു പറയും. അതിനെ ശിവരും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഡോഹിയും അവനെ ചെന്ന് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോകും. ഇത് കണ്ട് അവന് സംശയം വരും, ഇവള് സത്യമെല്ലാം അറിഞ്ഞോന്നറിഞ്ഞ്. അങ്ങനെ അവളും വാഷ്റൂമിൽ ചെന്നിട്ട് അവളുടെ അച്ഛനെ കൊന്നത് ജിയോങ്ങാന്നറിഞ്ഞ് അവൾ മൊത്തത്തിൽ പൊട്ടിക്കരയും. അതേസമയം ഇവളിങ്ങനെ കരയുന്ന സൗണ്ട് ജിയോങ്ങും കേൾക്കും. അതുകൊണ്ട് അവനും അവൾ ഫ്രഷ് ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവനും പറയും, ഡോഹി ഞാൻ പുതിയ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവാ, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, കടന്നോ. ഏതിന് അവനും പറഞ്ഞിട്ട് പോകുന്നത് ആ ചർച്ചിലേക്കാണ്. കാരണം അവൾ സത്യം അറിഞ്ഞില്ലെന്ന് ഇവൻ അറിയാൻ വേണ്ടി. അപ്പനാണ് ഇവനിങ്ങനെ പവർ റീസുന്നുണ്ട്. ആ ഫാദറും പേടിക്കാതെ അടുത്തേക്ക് വരുമ്പം ഇത് മനസ്സിലാക്കി ജിയോങ്ങും, ഓ അപ്പൊ ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ ഷോക്കാവാത്ത. ഞാൻ നിന്നെ ഷോക്കാന്ന്. ഡീമണക്ക് ഈ ലോകത്തുള്ളപ്പം പിന്നെ ദൈവം കാണത്തില്ല. എന്തായാലും നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന. ഇനി നീ ഡോഹിയുടെ പുറകെ പോവല്ലേ, അവളെ വെറുതെ വിട്ടേക്ക്, നീ അവൾക്ക് ഡേഞ്ചറാ. എന്നിനെ ഫാദർ പറയുമ്പോഴാണ് അവനും, സംസാരം കേട്ടിട്ട് എന്നോട് പണ്ട് തൊട്ട് ദേഷ്യമുള്ളത് പോലെയാണല്ലോ തോന്നുന്നത്. പക്ഷെ ഞാൻ ഡോഹിക്ക് ഒരിക്കലും ഡേഞ്ചർ ആവത്തില്ല. എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ ഡീമനായിട്ട് മനസ്സിലാക്കിയെന്ന് റീസൺ പറയട്ടെ. മിസ് ജോ എന്നോടൊന്ന് പറയാറുണ്ട് നിന്നെ കുറിച്ച്. അന്ന് നീ ഡോഹിയുടെ അച്ഛനെ നരകത്തിലേക്ക് പറഞ്ഞയച്ചില്ലേ, ആ കാര്യമില്ല മാഡം ജോ എന്നോട് ഷെയർ ചെയ്ത്. അതുവരെ ബിസിനസിന് വേണ്ടി ഡെവിലായിട്ടിരുന്ന അവര് റിയൽ ആയിട്ടുള്ള ഡെവിലിനെ കണ്ട ഉടനെ മൊത്തത്തിൽ പേടിച്ചുപോയി. നിന്നെ ഫാദർ ഈ കാര്യമൊക്കെ ഡോഹിയോട് പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ അവൻ അവിടുന്ന് ആ ക്ലോക്ക് ടവറിലേക്ക് പോയി ആലോചിച്ച് നോക്കും, ഡോഹിയുടെ അച്ഛൻ എങ്ങനെ ഇവന്റെ അടുത്ത് കോൺട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞ്. അങ്ങനെ അദ്ദേഹവും ദേഹം ഫുള്ളും ചോരയായിട്ട് സഹായത്തിന് ആവശ്യപ്പെട്ട് കാണും. അങ്ങനെ ആ സമയത്താണ് ജിയോങ് അവിടേക്ക് വന്ന് ഡോഹിയുടെ അച്ഛനായിട്ട് കോൺട്രാക്ട് ചെയ്തത്. അങ്ങനെ ഇതൊക്കെ അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ദൈവം വന്നിട്ട്, എന്തോ പറ്റി, പണ്ട് കോൺട്രാക്ട് ചെയ്ത ഒരാളെ നീ മറന്നുപോയോ? കുഴപ്പമില്ല, അത് സാധാരണ എല്ലാവർക്കും നടക്കുന്നത്. നീ തടയാൻ നോക്കുന്ന നിങ്ങളുടെ വിധി എപ്പോഴേ നടന്നു കഴിഞ്ഞ്, അതാ നീ ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. നിങ്ങളുടെ വിധി ആരെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല എന്നിനെ ദൈവം അവനോട് പറയും. അതിനുശേഷം അവനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ഡോഹിയെ കാണത്തില്ല. ഇവനോടൊന്നും പറയാതെ അവള് മാഡം ജോ അടക്കിയ സ്ഥലത്തേക്ക് പോകും. മാഡം ജോ, നിങ്ങൾ മാത്രം എന്നോട് സത്യം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ജിയോങ് സ്നേഹിക്കുമായിരുന്നു. എന്നിന് അവളും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ബാക്കി ഇരുന്ന് ജിയോങ്ങും കേൾക്കുന്നത്. അതോടെ അവന് വിഷമിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ ആലോചിച്ചോണ്ടിരിക്കും അവളുടെ അച്ഛൻ ജിയോങ്ങിനോട് എന്താഗ്രഹം ചോദിച്ചെന്ന് പറഞ്ഞ്. അതേസമയം ഡോഹിയുടെ കമ്പനിയുടെ പ്രോഡക്ട്സ് എല്ലാം ജിയോങ്ങിന്റെ കമ്പനി വെച്ച് പരസ്യം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സെക്രട്ടറിയും കുറെ ബോക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. പാർക്ക് അടുത്ത് വെച്ച് ഹെൽപ്പ് ചെയ്യും. ഡാർലിംഗ്, നമുക്ക് ഒരുമിച്ച് പൊക്കിയാലോ. ഏതിന് അവന്റെ റൊമാൻസ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് മറ്റേ എംപ്ലോയി വന്നിട്ട്, ഓ നിങ്ങൾ സെറ്റായോ, കീപ് ഇറ്റ് അപ്പ്. ഏതിന് അവന് വിഷ് ചെയ്യുമ്പോൾ തന്നെ സെക്രട്ടറി അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതുകൊണ്ട് പാർക്കും ദേശെത്തി മര്യാദക്ക് റൊമാൻസ് ചെയ്തോണ്ടിരുന്ന വന്ന് കുളവാക്കിയല്ല. ഏതിന് അവനും കട്ടക്കലിപ്പിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡോഹിയും വരുന്നത്. മിസ്റ്റർ പാർക്ക്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, നിങ്ങളിപ്പോ ഫ്രീ ആണോ? ഏതിന് അവളും ചോദിക്കുമ്പോൾ തന്നെ പാർക്കിന് അവിടെ ഒരു ജോലി വരും. ഇത് കേട്ട് പാർക്കും ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളെ ജിയോങ്ങിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം ഡോഹിയും അവന്റെ റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ലേഡിയും ധൃതിയോടെ അവിടെ ഓടി വരും. അവനവിടെ പോയി എനിക്ക് പുതിയ കോൺട്രാക്ട് ചെയ്യണം. ഏതിനെ ജിയോങ്ങിന് അന്വേഷിച്ച ലേഡി വരുമ്പോഴാണ് അവൻ അവിടേക്ക് പവർ യൂസ് ചെയ്ത് തരും. ഇത് കണ്ട ആ ലേഡിയും, ഓ ഭാഗ്യം, 10 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ നിന്നെ കണ്ട്, ഞാൻ എത്ര തപ്പിയെന്നറിയോ, എനിക്കൊരു സഹായം ചെയ്യാവോ? ഞാൻ ഇതിനു മുമ്പ് കോൺട്രാക്ട് ഇട്ടത് തെറ്റാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. എന്റെ കോൺട്രാക്ട് പുതുക്കി തരാവോ? എനിക്കെന്ന പൈസ അല്ല നീ തന്നെ വെച്ചോ, എനിക്ക് എന്റെ ജീവൻ മതി. എന്നിന് ഇവനും കഞ്ചുമ്പോഴാണ് അവനും ചിരിച്ചിട്ട്, നിങ്ങളൊക്കെ മനുഷ്യര് ഡീമൺ എന്തോന്ന് വിചാരിച്ചേക്കുന്നത്, നിന്നെയൊക്കെ സഹായിക്കാൻ വന്ന ഏഞ്ചലാണ് ഞാൻ. എന്നിന് അവനും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുന്ന പോലെയാക്കും. അപ്പനാണ് ഇതൊക്കെ ഡോഹിയും അവിടെ ഇരുന്നോണ്ട് കണ്ട് പേടിക്കുന്നത്. അങ്ങനെ ഇവനും കഷ്ടപ്പെടുത്ത ആ ലേഡിയെ കൊല്ലുമ്പോഴാണ് ഇവൻ അടുത്തേക്ക് വന്നിട്ട് പറയും, ദാ എന്നെ നോക്ക്, ഇതാ ഡീമൺ. എന്നിന് അവൻ കൊല്ലുന്നത് കണ്ട് ഇവള് മൊത്തത്തിൽ പേടിച്ചു പോകും. അപ്പനാണ് അകത്തിരുന്ന ആ ലേഡിയുടെ പേരിലുള്ള ആ ക്ലോക്ക് മാഞ്ഞു വന്നത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ക്ലോക്കും അവൻ കോൺട്രാക്ട് ചെയ്ത ആൾക്കാരെയാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പനാണ് ഇത് മനസ്സിലാക്കി ഡോഹിയും ഇതേപോലെ ഒരു പേരെഴുതിയ ക്ലോക്കില അവളുടെ അച്ഛനും നരകത്തിലേക്ക് പോയെന്ന് അവളും ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം ജിയോങ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് പാർക്ക് അവിടേക്ക് വന്നിട്ട്, ബോസ് നിങ്ങളിപ്പോ ഇവിടെ എത്തിയ, ഡോഹി നിങ്ങളുടെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതിനെ പാർക്ക് പറഞ്ഞോടെ ഇത് കേട്ട് അവൻ മൊത്തത്തിൽ ഷോക്കാവും. അപ്പൊ അവൾ ഇതൊക്കെ കണ്ടുകാണുമെന്ന് പറഞ്ഞ് അതോടെ അവനും പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് അവളും പേടിച്ച് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവൻ അവിടേക്ക് വന്ന് അവളെ വിളിക്കുമ്പം അവൾ ജിയോങ് വരുന്നുണ്ട് പേടിച്ച് 2 സ്റ്റെപ്പ് ബാക്കിൽ നിൽക്കും. ഇത് കണ്ട് അവന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്ന് സിയോക്കിന്റെ കൂടെ പോകും. അതിനുശേഷം അവൻ ഇവളോട് ചോദിക്കും, ഡോഹി എന്തോ പറ്റി, നിനക്കും ജിയോങ്ങിന്റെ മേലും പ്രശ്നമാണോ, നിനക്ക് എന്നോട് പറയണമെന്നുണ്ടേ പറഞ്ഞോ? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ഞാൻ സ്നേഹിച്ചവരെല്ലാരും ഇപ്പം എനിക്ക് നരകമായി മാറി, ഞാൻ കാരണോ അവരൊക്കെ മരിക്കേണ്ടി വന്ന്. ഏതിന് അവളും ഫീൽ ചെയ്ത് കരയുമ്പോഴാണ് ഇത് കണ്ട് അവൻ അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ജിയോങ്ങും ദൈവത്തിനെ കണ്ട് സംസാരിക്കും, നിങ്ങൾ പറഞ്ഞ ശരിയാ, ഞാൻ വീണ്ടും ഡോഹിയെ കഷ്ടപ്പെടുത്തി, ഇതാ എന്റെ വിധിയല്ല. ഏതിന് അവനും അവളെ കുറിച്ച് ഓർത്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ അന്ന് രാത്രി തന്നെ അവളെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് ചെല്ലും. ഡോഹി നമുക്കൊരു വാൾക്ക് പോയാലോ? ഏതിന് അവളെയും വിളിച്ചോണ്ട് അവന് നടന്നു പോകുമ്പോഴാണ് ഇവൻ കാരണം ഇനി അവള് കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൾ അതിനുമ്പേ തന്നെ, ജിയോങ് നീ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ നമുക്ക് ക്രിസ്മസിന് കപ്പിൾ ഫുഡ് കഴിക്കണമെന്ന്?
അത് ഞാനിപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ തവണ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനും നിന്നിട്ട് ക്രിസ്മസ് ഈ തവണ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവനും പറഞ്ഞോടെ അവൾക്ക് മനസ്സിലായി തുടങ്ങും. അപ്പനാണ് അവനും ഡോഹി നരകത്തിന്റെ അടുത്തിരുന്ന് നിന്നെ സേഫ് ആക്കിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് അവൻ അവളുടെ കൈ വിട്ടിട്ട് അവിടെ നിന്ന് പോകും. അപ്പനാണ് അവള് വിഷമിച്ചിട്ട് ഇവൻ അടുത്തുണ്ടെന്ന് വിശ്വസിച്ച് അവളും ജിയോങ് എന്ന് പേര് വിളിക്കും. അങ്ങനെ ഇവന്റെ പേര് വിളിച്ച അവൻ എപ്പോഴും വിളിയേക്കെന്ന് പറഞ്ഞ ഡയലോഗ് ഓർത്തിട്ട് അവളും ജിയോങ് എന്ന് വിളിച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കും. അതോടെ ഇവളുടെ ലൈഫിൽ നിന്ന് അവൻ പോയി. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.